യെസ്, വയനാട്ടിൽ നിന്ന് ഫൈസൽ നെടുമ്പാല കൂടി ചേരുന്നു. ഫൈസൽ, എന്താണ് എൻ ഡി അപ്പച്ചന്റെ പൊടുന്നനെയുള്ള രാജിയിലേക്ക് എത്തിച്ചത് എന്നാണ് അറിയേണ്ടത്. വയനാട്ടിൽ നിന്ന് എന്തൊക്കെ സൂചനകൾ, വിവരങ്ങളാണ് പുറത്തുവരുന്നത്? ദിവ്യ, ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു വാർത്തയാണ് എൻ ഡി അപ്പച്ചൻ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ കുറെ നാളുകളായി DCCയിൽ വയനാട്ടിലെ കോൺഗ്രസിൽ നിരവധി വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. എന്നാലും എൻ ഡി അപ്പച്ചൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയങ്ങളിലൊന്നും തന്നെ എൻ ഡി അപ്പച്ചൻ രാജിവെക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടന്നിരുന്നില്ല. പുതിയ DCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിയിലെ നിരവധി ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പൊതുവായിക്കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്ന കാര്യം KPCCയോ DCC ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം. എന്താണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു രാജിയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിക്കൊണ്ട് തന്നെ അപ്പച്ചൻ തന്നെ പറയേണ്ടതാണ്. അല്പസമയത്തിന് തന്നെ DCC പ്രസിഡന്റ് ആയിരുന്ന എൻ ഡി അപ്പച്ചൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താനും കാരണം എന്നുള്ളത് വിശദീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി, ഏകദേശം ഒരു വർഷത്തിലധിക കാലമായി വയനാട്ടിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. എൻ ഡി അപ്പച്ചൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ പല ഘട്ടങ്ങളിലായി വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്കൊക്കെ തന്നെ വഴിവെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് DCCയിലെ മുൻ ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നാണ് ഏറ്റവും അധികം വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ വയനാട് കോൺഗ്രസിൽ നിലനിന്നിരുന്നത്. ആ സമയത്ത് NM വിജയന്റെ ആത്മഹത്യക്ക് പിന്നാലെ NM വിജയെ കുറിച്ച് കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ എഴുതി വെച്ചിരുന്നു. അതിൽ IC ബാലകൃഷ്ണൻ, അതുപോലെ എൻ ഡി അപ്പച്ചൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഈ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വലിയ വിവാദങ്ങളിലേക്ക് വയനാട് കോൺഗ്രസ് കടക്കുന്നത്. ആ കോൺഗ്രസുമായി ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക ഇടപാടിനെ തുടർന്നാണ് NM വിജയൻ ആത്മഹത്യ ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അന്ന് പുറത്തു വന്നിരുന്നത്. അതിനുശേഷം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രാദേശിക തലങ്ങളിൽ ഉൾപ്പെടെ ഈ കോൺഗ്രസിന്റെ വികസന സെമിനാറുകളിൽ ഉൾപ്പെടെ വിവിധ ആളുകൾ കക്ഷി തിരിഞ്ഞുകൊണ്ട് എൻ ഡി അപ്പച്ചൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ, ഒരു വിഭാഗം ആളുകൾ എൻ ഡി അപ്പച്ചന് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും അത് പല ഘട്ടങ്ങളിൽ കയ്യാങ്കളിക്കും അതുപോലെ വാക്ക് തർക്കത്തിനും ഉൾപ്പെടെ, അതായത് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം നയിക്കുന്ന ചർച്ചകളിൽ പോലും എൻ ഡി അപ്പച്ചന് നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങളും വാക്ക് തർക്കങ്ങളിലും തന്നെ പല ഘട്ടങ്ങളിലായി കടന്നിരുന്നു. അന്നൊക്കെ ഈ ഒരു വിഷയം വളരെ രമ്യമായി പാർട്ടി പരിഹരിച്ചിട്ടുണ്ട്. ഇതൊന്നും ഗ്രൂപ്പ് പോയിന്റ് പ്രശ്നമല്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് DCC നേതാക്കളും KPCC ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ KPCC പ്രസിഡന്റ് അതുപോലെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വയനാട് ജില്ലയിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ സന്ദർശന സമയത്ത് ഈ വയനാട്ടിൽ വരികയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ നടത്തിയതാണ്. വയനാട്ടിൽ നിലവിൽ കോൺഗ്രസിനകത്ത് ഒരു പ്രശ്നവും ഇല്ല. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടുകൊണ്ട് പരിഹരിച്ചിട്ടുണ്ട്. അങ്ങനെ ഉയർന്നു വന്ന പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വളരെ സജീവമായി തന്നെ നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ ഗ്രൂപ്പ് പോര്, തനിക്കെതിരെ നടക്കുന്ന ഈ നീക്കങ്ങളിലൊക്കെ വലിയ അസ്വസ്ഥനായിരുന്നു അല്ലേ എൻ ഡി അപ്പച്ചൻ? അങ്ങനെ വേണം നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ. കാരണം ഏറ്റവും പ്രധാനമായി NM വിജയന്റെ ബാധ്യത തീർക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ഏറ്റവും അവസാനമായി കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നത്. അത് ഇന്നലെ മുഴുവൻ തുക, അതായത് ഈ ബത്തേരി അർബൻ ബാങ്കിൽ NM വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യതയായിട്ടുള്ള 63 ലക്ഷം അടക്കം KPCC അടച്ചു തീർത്തു, എല്ലാ ബാധ്യതകളും തീർത്തു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത്. ഇന്നലെ വരെ അത്തരത്തിൽ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. തുടർന്ന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത്. അതിനിടയ്ക്കാണ് ഇന്ന് പെട്ടെന്നുള്ള ഈ എൻ ഡി അപ്പച്ചന്റെ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും വയനാട്ടിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇതിനു മുമ്പ് IC ബാലകൃഷ്ണൻ ആയിരുന്നു DCC പ്രസിഡന്റ് ആയിരുന്നത്. IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷമാണ് എൻ ഡി അപ്പച്ചൻ DCCയുടെ തലപ്പത്തേക്ക് ഒരിക്കൽ കൂടി വരുന്നത്. മുൻപ് അദ്ദേഹം പലതവണ DCCയുടെ പ്രസിഡന്റ് ആയിരുന്ന ആൾ കൂടിയാണ്, അത് മാത്രമല്ല XMLA കൂടിയാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും DCCയുടെ തലപ്പത്തേക്ക് എൻ ഡി അപ്പച്ചൻ വരുന്നു. രണ്ടാമത്തെ തവണ, അതായത് ഒരു ടേം കഴിഞ്ഞു, രണ്ടാമത്തെ തവണയും അദ്ദേഹത്തെ തന്നെ DCCയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. അപ്പോൾ KPCCയുടെ ആളുകൾക്ക് തന്നെ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ